അപ്പോൾ ഹലോ ഗായ്സ്, ഗെയിമർ ചാർലി ഈസ് ഹിയർ. നമ്മൾ കുറച്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും വന്നേക്കുവാണ്. അപ്പം ബൈ ദ വൈ നമ്മൾ 50 സബ്സ് അടിച്ചു. ആൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ കമൻറ്റ് ബോക്സ് ഫുള്ള് നമ്മളെ കംബാക്കിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം താങ്ക്സ് എ ലോട്ട് ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ 2 ദിവസം 2-3 ദിവസമായിട്ട് വീഡിയോ 2-3 ദിവസമായിട്ടോ അറിയില്ല. ഏതായാലും കുറച്ച് കാര്യം ഞാൻ അതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ തരാം. കുറച്ച് ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് ആ ടച്ച് ഒന്ന് വിട്ടിട്ടുണ്ട്. ആൻഡ് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പം ചില വേർഡ്സ് ഇങ്ങോട്ട് കറക്റ്റ് വരണമെന്നില്ല. ആൻഡ് നമ്മൾ ആദ്യമായിട്ട് തന്നെ രാവിലെ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഇടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ രാവിലെ റെക്കോർഡ് ചെയ്യണത്. രാവിലെ റെക്കോർഡ് ചെയ്തുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഓക്കെ പോടാ വീട്ടുപോടാ അല്ല ബേസ് തുപ്പുണ്ട്. അപ്പം നമുക്ക് ഈ പോർട്ടലിൽ ഇത് ഇവിടെ അവിടെ കയറി കഴിഞ്ഞാൽ സ്പോയിലാവും. ഓക്കെ, പോർട്ടലിൽ കയറാം. കാക്കയുടെയും കോഴിയുടെയും ഇങ്ങനെ സാധനങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് കിടന്ന് അങ്ങ് ഒച്ച ഉണ്ടാക്കാം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഒരു സാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ QRC വിട്ടു. കാരണം നമ്മൾ ഇവരോട് എന്ത് ഇഷ്യൂ ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ അന്നത്തെ ഇഷ്യൂവിന് ശേഷം നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കാരണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ വേറെ ആൾക്കാർ എടുത്ത് കൊണ്ടുപോകും നശിപ്പിക്കാൻ വേണ്ടത് ഏറ്റവും ചീപ്പ് ഏർപ്പാടാണ്, പ്രത്യേകിച്ച് SMP സെർവർ ആകുമ്പോൾ. അപ്പം ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ അവിടുന്ന് പോകുന്നു. കാരണം അത് സ്പോണിൻ്റെ അടുത്താണ്, ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയും. പിന്നെ പുതിയ വരുന്ന മെമ്പേഴ്സിനോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു വരും. അപ്പം കറക്റ്റ് കണക്കുണ്ടാവില്ലല്ലോ, എന്താ പോയത് എന്താ വന്നതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനിടെ നമ്മൾ ഫോക്സി ബ്രോയും MSL ബ്രോയും സ്പെസിഫിക്കൊക്കെ നമ്മളോട് പറഞ്ഞു നമ്മുടെ ടീമിലേക്ക് പോരും. അപ്പം എനിക്കൊരിതുണ്ടായിരുന്നു, വാശിയുണ്ടായിരുന്നു, എനിക്ക് ഒറ്റയ്ക്ക് ഗ്രൈൻഡ് ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ കുറച്ച് ഇവിടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ബേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ച ബാംബൂസാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഇൻ്റെ പൊന്ന് ബാംബൂസ്. ഓക്കെ, ഒരു ട്വിസ്റ്റും ഉണ്ട്. നൈറ്റ് ആയല്ലോ, ഇവിടെ ലൈറ്റപ്പൊന്നും ചെയ്തില്ല. ആരോടെങ്കിലും കിടക്കാൻ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുൾ പ്ലാൻഡ് ആയിരുന്നു. ഫുൾ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കിളിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും, നോക്കണ്ട. അപ്പം എൻ്റെ വോയിസിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഫുൾ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിൻ്റെ പണിയൊക്കെ നമ്മൾ ഫുൾ പ്ലാൻഡ് ചെയ്ത് വെച്ചായിരുന്നു. നമ്മൾ ബേസിൻ്റെ നല്ല മോഡലൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ബട്ട് നമുക്ക് അതായത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുക, ഒരു ഏകാന്തത ഫീൽ ചെയ്യുക. പൊതുവേ എനിക്കത് ഇഷ്ടമല്ല. ഗെയിമിൽ കേട്ടോ, റിയൽ ലൈഫിൽ ഒറ്റയ്ക്ക് ഇരിക്കണം ഇഷ്ടം. ഗെയിമിൽ നമുക്ക് ടീംമേറ്റ് വേണം. ഒറ്റയ്ക്ക് നിൽക്കണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അമ്മമാർ കയറി വന്നേക്കാം. എടാ, നിങ്ങളെനിക്ക് വേണ്ടടാ. അവൻ്റെ സ്നേഹം കണ്ടില്ലേ. ഓക്കെ, അവൻ സത്തുപോയി. ഒരു സ്കെൽട്ടൻ അവിടെ ഒക്കെ ഉണ്ട്, അവൻ നമ്മൾ മെയിൻ്റ് ആക്കണ്ട. അടുത്തവൻ എൻ്റെ ഫാൻസിനോട് കുടുങ്ങിയല്ലോ റബ്ബേ. പോടാ
വാർപ്പച്ചാവും. ഓക്കെ, നമ്മളേതായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ അവിടുന്ന് ആ ബേസിൽ നിന്ന് മാറി ഫോക്സി എണ്ണ വിളിച്ചതല്ല, പിന്നെ നമ്മൾ പറഞ്ഞു എടാ എന്നെ നിങ്ങൾ ടീം കയറ്റുമോ എന്ന് ചോദിച്ചു. ആ സോംബി പറഞ്ഞ കാരണമാണ് ഇത് സ്പോയിലായത്. സോംബി എൻ്റെ ഫാൻസാണൊക്കെ, ഫാൻസ് പോലും. ഓക്കെ, അപ്പം ഇതിൻ്റെ കാര്യം നമ്മൾ പിന്നെ പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബേസിലേക്ക് നമ്മുടെ ടീമിലേക്ക് MSL ബ്രോ എന്തൊക്കെയോ പറയണം. ഓക്കെ, നമ്മളെ MSL ബ്രോയുടെയും സ്പെസിഫിക്കിൻ്റെയും ബോക്സിൻ്റെ ടീമൊക്കെ നമ്മൾ ജോയിൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രൂപ്പിനോടൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് നമ്മളവിടുന്ന് പോകുന്നത്, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടന്നു. ആൻഡ് അന്ന് പ്രശ്നമുണ്ടാക്കിയവനെ നമ്മൾ പൊക്കിയിട്ടുണ്ടായിരുന്നു, കയ്യോടെ പിടിച്ചു. നമ്മൾ ഫുൾ സെക്യൂർഡ് ആക്കിയത് നമ്മൾ സെർവർ. അതായത് ഇപ്പം ഈ കുറച്ച് ദിവസമുള്ള നമ്മൾ ഒരു 50% ഗ്രൈൻഡിങ്ങും 50% അവനെ പൊക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഗെയിമർ ബോയ് അവനെ കണ്ടു, ചെസ്റ്റിന് സാധനം എടുക്കുന്നത്. നേരെ അവൻ്റെ ബേസ് പോയി അവനങ്ങ് വേനാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി അവനോട് പറഞ്ഞു. ചെവിയിലും എല്ലായിടത്തും കയറി മന്ത്രിച്ചു നമ്മളെല്ലാവരും കൂടി. ഓക്കെ, അങ്ങനെ അവനെ നമ്മൾ തൂക്കിയതിന് ശേഷം ആണ് ഞാൻ കളിക്കാൻ കയറിയത്. ലിറ്ററലി സത്യം, അതായത് എനിക്ക് ആവൂലഞ്ഞ് രണ്ടാമങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ട്. അതിന് ശേഷം ഉണ്ടായിരുന്നു നമ്മളെ ചിക്കോവി, ഡാർക്ക് ഏഞ്ചൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള എന്തോ പേര് കറക്റ്റ് അറിയില്ല. അപ്പം അവരുടെ ബേസിൽ നിന്ന് ഇങ്ങനെ റെയ്ഡ് നടന്നിരുന്നു. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെറിയ ചിന്ന ടൂറ് ചെയ്തിട്ടാണ്. കാരണം ഈ ബേസ് നിങ്ങൾക്ക് എല്ലാ പരിചയം ഉണ്ടാവുക. ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആവാനായല്ലോ വീഡിയോ ഇട്ടിട്ട്. ഇത് നമ്മളെ കുറേ പാവപ്പെട്ടവർ, ഇതെന്താ വർക്ക് ചെയ്യാത്ത ഷിയർ കഴിഞ്ഞതായിരിക്കും. അപ്പം ഇവിടെ കുറേ പാവപ്പെട്ടവരുണ്ട്. നമ്മളെ പാവപ്പെട്ടവൻ പോയി. അതുകൂടെ ഡിസാസ്റ്റർ നമ്മളിഞ്ഞ് പറയില്ല. ഓക്കെ, പോയതിൻ്റെ കാര്യം നമ്മളിഞ്ഞ് പറയത്തില്ല. ആൻഡ് ഇതുണ്ട് സ്റ്റോറേജ് ഇവിടെയാണ് വരുന്നത്, മെയിൻ എൻട്രൻസ്. ഇത് നോക്ക്, മാസീവ് വോൾഫാമാണ്, അൾട്ടിമേറ്റ് വോൾഫാം. ആൻഡ് ഇത് നമ്മുടെ ഫോക്സി ബ്രോയുടെ ലാസ്റ്റ് വീഡിയോയിൽ ഇതായിരുന്നു അവൻ ചെയ്ത്. നൈസായിട്ട് ഓൻ ബിൽഡ് ചെയ്തിരുന്നു. കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. കാരണം കുറച്ച് കഴിഞ്ഞ് നമ്മൾ എലൈറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ റോക്കറ്റിന് ആവശ്യം വന്നേക്കാം പേപ്പർ. അപ്പം കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ആയിരുന്നെങ്കിൽ അപ്പോഴേക്കും കുറേ പേപ്പർ ഷുഗർ കെയിൻ ആവേക്കാരം. ഓക്കെ, എനിവേ നമ്മൾ നെക്സ്റ്റ് ഇങ്ങനെ ബിൽഡ് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോവാം. നമ്മളതിനെ പിടിച്ചതിന് ശേഷം ബേസിൽ വന്നു, കുറച്ച് ഗ്രൈൻഡ് ചെയ്തു. കുറച്ച് ചെയ്തിട്ടുള്ളൂ, ഡബ്രിസ് കണ്ട മനസ്സിലാവും, നമ്മൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളെ ഒരു ട്രേഡിങ് ഹാൾ. ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്, അവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. മാഗ്നബോ ഹൈ ഉണ്ടോ MSL ബ്രോയുടെ തട്ടുകട. ആൻഡ് നമ്മുടെ അമ്മിണിക്കുട്ടി, പുതിയ വെർഷൻ അമ്മിണിക്കുട്ടി പോലത്തെ. ആൻഡ് ഇവിടെ എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് ഇവർ. ഇതിൽ നമ്മളൊന്നും കൈവച്ചില്ല. നമ്മളെ കൈവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരുന്നുള്ളതുകൊണ്ട് നമ്മൾ കൈവച്ചില്ല. ഓക്കെ, ഇതിവിടെ ഉണ്ടായിരുന്നതാണ്. തൽക്കാലം മുടക്കട്ടെ, ലീഷും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ കയ്യിൽ അത്യാവശ്യം നല്ല ലൂട്ടുണ്ടായിരുന്നു. നല്ല എൻചാൻറ്റിങ്ങുള്ള ആർമറും
ടൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൈൻഡ് ചെയ്താണ്ട്. ഫസ്റ്റ് അതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിറ്ററലി ബ്രോ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നമ്മൾ ഡെബ്രീസ് മൈൻ ചെയ്യാൻ വേണ്ടി പോയി. ഓക്കെ, നമ്മൾ ഇതിലിരുന്ന് പറയാം. ഡെബ്രീസ് മൈൻ ചെയ്യാൻ വേണ്ടി പോയി. ഓക്കെ, ഡെബ്രീസ് മൈൻ ചെയ്യാൻ വേണ്ടി പോയപ്പം ഒന്ന് ഫ്ലെയിം പെട്ട് ചത്തു. അതും ഓക്കെ, അത് എൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഈ ബ്ലോക്കൊക്കെ താണ്ടി നമ്മുടെ പഴയ ബേസിൻ്റെ പോർട്ടലുണ്ടല്ലോ, അവിടെ ആയിരുന്നു നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഡെബ്രീസ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സുധീർണൻ ചെയ്യുന്ന പരിപാടിയല്ല, നിങ്ങൾക്കറിയില്ലേ. ഫസ്റ്റ് മുറിക്കുന്ന മരത്തിൻ്റെ ലോഗ് യൂസ് ചെയ്യില്ല. പക്ഷേ നമ്മൾ അതങ്ങനെയല്ല, ഫസ്റ്റ് ഡെബ്രീസ് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പം അത് എൻട്ര ചെസ്റ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുവിടെ. അപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു മൈൻ ചെയ്തത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോയി നമ്മൾ ഏകദേശം എന്താ ഈ ലാൻഡർ നിൽക്കുന്ന അവിടെയാണ് നമ്മൾ ലൂട്ടെന്ന് കരുതിയത്. ഞാൻ ഇവിടെ അങ്ങെത്തി. ലൂട്ട് ഇവിടെ സേഫാണ്, ലാവിലൊന്നും വീണ് കരിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. 2 ഡെബ്രീസ് എങ്ങാനും കിട്ടിയത്, 2-3 ഡെബ്രീസ് എങ്ങാനും കിട്ടണമെന്ന്. പെട്ടെന്ന് സെർവർ അങ്ങ് ഓഫായി. ലിറ്ററലി സെർവർ ഓഫായി. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഓണായത്. സ്വാഭാവികം ഡീസ്പോൺ ആയിപ്പോയി. അപ്പം നമ്മളതിന് നിന്നില്ല. പിന്നെയും ഈഗോ മൂത്ത് ഫുള്ളങ്ങ് നെതറങ്ങ് കത്തിച്ചു. നെതറിൻ്റെ 15 ബ്ലോക്കിൻ്റെ അവിടെ അങ്ങ് കത്തിച്ചു. അപ്പം ബൈ ദ വൈ മൈൻക്രാഫ്റ്റ് ബിഗിനേഴ്സ് വീഡിയോ കാണുന്നുണ്ടേ പറയാം, ഡെബ്രീസ് മൈൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമ്മൾ ഡയമണ്ട് ബെഡ് റോക്കിൻ്റെ ലെവലിലാണല്ലോ, അതേമാതിരി 15 നെതറിലെ 15 വൈ ലെവൽ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് ഡെബ്രീസ് കിട്ടും. നമ്മളിന്ന് മൈൻ ചെയ്തുകൊണ്ട് വന്നപ്പം കട്ട് ബ്രോ വന്നിട്ട് കുറച്ച് ടിപ്പ് പറഞ്ഞു തന്നു. അതിലൊന്നാണ് ഈ ചങ്ക് ബോർഡർ ഓണാക്കി കഴിഞ്ഞാൽ, ഓക്കെ ഇതാണ് നമ്മുടെ ചങ്ക് ബോർഡർ. ഓക്കെ, ഇതാണ് ഒരു ചങ്ക്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബെഡ് മൈനിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ട് ഒരു ബെഡ് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് കൂടും. ഷുവറല്ല, കിട്ടാനുള്ള ചാൻസ് കൂടും, അത്രേ ഉള്ളൂ. ആൻഡ് നമ്മൾ അങ്ങനെ കുറച്ച് മൈൻ ചെയ്തു. കുറച്ച് ഡെബ്രീസും കൂടി അവിടുന്ന് കൊണ്ടുവരാറുണ്ട്. ഇത്രയല്ല, 11 ഡെബ്രീസ് അങ്ങനെ കൊണ്ടുവരാറുണ്ട്. നമ്മൾ അതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ആകുമ്പോൾ കണ്ടോളൂ ഗൈസ്. ഫുൾ നെതറൈറ്റ് ആർമറായിരിക്കും, ഗോക്കോണൻ്റെ പോലെ. ഓക്കെ, അപ്പം ലാസ്റ്റ് ആൻഡ് മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ്. ഓക്കെ, ഇത് ഇപ്പം പണി തീർന്നേ ഉള്ളൂ. ഇപ്പം പണി തീർന്നിങ്ങനെ നിൽക്കുന്ന ഇടയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഇൻറ്റീരിയറും കാര്യങ്ങളും ചെയ്യാണ്ട് ഇവിടെ എൻട്രൻസ് ഒന്ന് രാജകീയമാക്കി ചെയ്യണം. അതാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റേക്ക് വിട്ട്. അതിൻ്റെ കൂടെ ചെയ്ത് വെച്ചാൽ ഒരു ഡോറും വെച്ചിട്ട് ഞാൻ പറയും, ഇതാണ് ഈ മറ്റേ സീരീസിലെ എൻ്റെ ബിൽഡിൻ്റെ എൻട്രൻസ്. അപ്പം പതുക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഗോക്കു ബ്രോ കയറിയായിരുന്നില്ല. ബൈ ദ ബൈ, നമുക്ക് ഗോക്കു ബ്രോ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. കുറേ വട്ടം താങ്ക്സ് പറഞ്ഞു, ഒന്നുകൂടി താങ്ക്സ് പറയാണ്. സ്മിത്തിങ് ടെംപ്ലേറ്റ് തന്നു ഗൈസ്. യെസ്, നെതറൈറ്റ് അപ്ഗ്രേഡിൻ്റെ ടെംപ്ലേറ്റ് ബ്രോ കഷ്ടപ്പെട്ട് പോയതാണ്. ബ്രോയുടെ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, പോയി കണ്ടാവണം. ഓക്കെ, കണ്ടാവണം. അവൻ്റെ നെതറൈറ്റ് മൈനിങ്ങിൻ്റെ വീഡിയോയും പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോയും. അതിൽ നമ്മുടെ ഒരാൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കുമ്പോൾ, ബട്ട് സേഫല്ല. ഞാനേ അവനെ കായാണെങ്കിൽ കാണിച്ചു തരാം. നോ സ്ലീപ്പ് എന്നൊക്കെ പറയുന്നു. മിക്കവാറും നമ്മുടെ ഫാൻസ് വന്ന് നമ്മളെ ഹഗ് ചെയ്യും.
ആ ഇവനാണ് താരം. ഫാൻസ് വരണൊക്കെ ഇവനെ കൊണ്ട് ഇത് ആരാന്നറിയാത്തവർ പഴയ വീട് പോയി കണ്ടോക്കുക. ഓക്കെ, പഴയ വീട് നമ്മൾ പറയുന്നുണ്ട് ആരാണെന്നൊക്കെ. കേറി നമ്മുടെ ആട് തോമയാണ്. അത് ഗോക്കു ബ്രോ അവിടുന്ന് കൊണ്ടുവന്നു. ഞാൻ അവിടെ വെച്ചതായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. ബട്ട് ഗോക്കു ബ്രോ നമ്മോട് ചോദിച്ചാൽ തന്നെ നമ്മൾ കൊണ്ടുവന്നു. അതിൻ്റെ സൈൻ ബോർഡായിരുന്നു അവിടെ നേരത്തെ കണ്ടത്. എനിക്കിങ്ങനെ കടക്കാനുള്ള തോര അങ്ങോട്ട് കയറി വരിക. ഓക്കെ, തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ഉണ്ട്. ഫുൾ ഡയമണ്ട് ആർമർ ആക്കിയതിന് ശേഷമാണ് നമുക്ക് നെതറേറ്റ് ആക്കാൻ കഴിയുള്ളൂ. അപ്പം ഡയമണ്ട് ആർമറൊക്കെ ആക്കി ഫുൾ നെതറേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, see you next video guys. Bye bye, peace out. Okay, peace out.